ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യോടും അനുശ്രീയോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മീനാക്ഷി. അല്ല സുകന്യ ചേച്ചി, ഈ പേരല്ലല്ലോ എന്നോട് വഴിയിൽ വെച്ച് പറഞ്ഞത്, ഇപ്പം ദേ നിളാന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അനുവിൻ്റെ കൂട്ടുകാരുടെ പേരെന്നതാ? സുകന്യ ചേച്ചിക്ക് അറിയത്തില്ലെങ്കിൽ അനുമോളാണേലും പറഞ്ഞാൽ മതി എന്ന് പറയണേ. പെട്ടെന്ന് അനു പറയും, അയ്യോ മീനു ചേച്ചി, സുകന്യ ചേച്ചി പറഞ്ഞത് സത്യമാണ്, നിളാന്നാണ് അവളുടെ യഥാർത്ഥ പേര്. പക്ഷെ അവളെ വീട്ടിൽ വിളിക്കുന്ന പേര് നീനു എന്നാ. അതാ കൺഫ്യൂഷൻ ആയത്. ഇപ്പം മീനു ചേച്ചിക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന സുകന്യ പറയും, അതെ രണ്ടു പേരുണ്ടായിരുന്ന കാര്യം കൊണ്ടാ കൺഫ്യൂഷൻ വന്നത്. അല്ല മീനാക്ഷി എന്താ ഒരുമാതിരി പോലീസുകാരെ ചോദ്യം ചെയ്യുന്ന പോലെ എന്നോട് ചോദിക്കുന്നത്? നീനയുടെ ഒഫീഷ്യൽ നെയിമാ നിളയെന്ന്. അതിലെത്ര കൺഫ്യൂഷൻ എന്താ മീനാക്ഷിക്ക്? കൺഫ്യൂഷനൊന്നും ഇല്ല, പക്ഷേ എന്നും പറഞ്ഞ് മീനാക്ഷി ഇങ്ങനെ നിൽക്കുക. എന്തു പക്ഷേ? കൺഫ്യൂഷനൊന്നും ഇല്ല എങ്കിൽ പിന്നെ എന്താ ഒരു പക്ഷേ? ഈ പക്ഷേയിൽ എന്തോ ഒരു ഇതുണ്ടല്ലോ. അപ്പം ദേവി ചോദിക്കും, അതെ അനുമോളെ, എന്താ ദേവിയേച്ചി, നിൻ്റെ ഫ്രണ്ട് നീനെ സുകന്യേച്ചിക്ക് നേരത്തെ പരിചയമുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോഴത്തേക്കും അനുമോൾ വീണ്ടും കിടന്ന് പതറുകയാണ് കേട്ടോ. അതെന്താ ഏടത്തി അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കാം. അപ്പം അനുമോൾ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. പരിചയം ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചത് എന്ന് വീണ്ടും മീനാക്ഷി എടുത്ത് ചോദിക്കുക. അപ്പം സുകന്യ പറയും, ഇല്ല എനിക്ക് പരിചയമില്ല. അപ്പം അനുവും പറയും, ഇല്ല സുകന്യ ചേച്ചിക്ക് പരിചയമില്ല. ഇല്ലല്ലോ എന്നപ്പോൾ ദേവി ഒന്നുകൂടി ഉറപ്പിച്ച് ചോദിക്കുക, ഉറപ്പാണല്ലോ നിങ്ങൾ പറയുന്നത്? ആ അതെ. എന്താ ദേവി അടുത്തി എന്ന് വീണ്ടും ചോദിക്കുക. അപ്പം പിന്നെ നിൻ്റെ ഫ്രണ്ടിൻ്റെ ഒഫീഷ്യൽ നെയിം, ഈ നീനയുടെ യഥാർത്ഥ പേര് നിള എന്നാണെന്ന് ചേച്ചി എങ്ങനെ അറിഞ്ഞത് എന്ന് വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. അപ്പം സുകന്യ അനുശ്രീയും പെട്ടുപോയല്ലോ, ഇവൾമാർക്ക് ഇത് എന്തിൻ്റെ കേടാ എന്ന് സുകന്യ മനസ്സിൽ പറയാണ് കേട്ടോ. ഇത് കരുതിക്കൂട്ടി തന്നെയാ. അല്ല നിങ്ങൾ അവളെ വിളിക്കുന്നത് ചെല്ലപ്പേരായിരിക്കുമല്ലോ അനുമോള് സുകന്യ ചേച്ചിയോട് പറഞ്ഞിരിക്കുന്നത്. ആ പേര് നീന എന്നല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പോൾ ആ കുട്ടിയുടെ ഒഫീഷ്യൽ നെയിം നിളയെന്നാണെന്ന് സുകന്യ ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി? അതാ എനിക്ക് മനസ്സിലാകാത്ത കാര്യം എന്ന് ദേവി ചോദിക്കുക. അത് സിമ്പിളല്ലേ ദേവി എന്ന് സുകന്യ പറയാ. സിമ്പിളായിട്ട് നിള എന്നുള്ള പേര് ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി എന്നാണ് ഞാൻ ചോദിച്ചത്. ഒന്ന് പറയുന്നേ, സുകന്യ ചേച്ചിക്ക് അതെങ്ങനെ മനസ്സിലായി? അക്കാര്യം ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്നേ, അതുകൊണ്ടാണ് എന്ന് ദേവി തിരിച്ചു മറിച്ചു വിട്ട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം സുകന്യ അനുശ്രീയും പരസ്പരം നോക്കി നിൽക്കുക. അതെങ്ങനെയാണെന്നറിയോ? പറ എന്ന് ദേവി അപ്പോൾ പറയൂ കേട്ടോ. അതായത് എന്ന് പറഞ്ഞ് സുകന്യ തപ്പി തടയോ, എന്നിട്ടാണെങ്കിൽ ഒന്ന് തുമ്മുവേ. എന്ത് പറ്റി ചേച്ചി? അയ്യോ ഇതെന്താ പെട്ടെന്നൊരു തുമ്മൽ വരാൻ? ഭയങ്കര ഡസ്റ്റ് അലർജി, നല്ല തലവേദന, മൈഗ്രെയിൻ്റെയാ, ഞാനൊന്ന് പോയി ആവി പിടിക്കട്ടെ. അപ്പോഴത്തേക്കും മീൻ പറയാം, അവിടെ അങ്ങ് നിന്നേ, നിള എന്ന പേര് ചേച്ചി എങ്ങനെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞില്ല, അത് പറഞ്ഞിട്ടങ്ങ് പോയാൽ മതി. ബർത്ത്ഡേ കേക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ബർത്ത്ഡേ കേക്കോ? അനുമോള് ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് വന്നപ്പം കേക്കിൻ്റെ ഫോട്ടോ കാണിച്ചു. ആ ഫോട്ടോയിൽ ഹാപ്പി ബർത്ത്ഡേ നിള എന്ന് എഴുതിയിരുന്നത്. ഞാൻ ആ ഓർമ്മയിലാണ് മീനാക്ഷിയോട് പറഞ്ഞത്, മനസ്സിലായോ എന്ന് സുകന്യ അപ്പം ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ദേവി പറയും, കൊള്ളാലോ ഈ സുകന്യ ചേച്ചി. അപ്പം ഞാൻ ചോദിച്ചു ആരായി നിള എന്ന്. അപ്പോഴാണ് അനുമോൾ എന്നോട് പറയുന്നത് നീനയുടെ ഒഫീഷ്യൽ നെയിം നിള എന്നാണെന്ന്. നല്ല പേരല്ലേ, അതുകൊണ്ട് ഞാൻ ഓർത്തിരുന്നു. അങ്ങനെയാണ് ഞാൻ നിള എന്നുള്ള പേര് മനസ്സിലാക്കിയത്. ഇപ്പോൾ മനസ്സിലായോ മീനാക്ഷിക്ക്? ഇനി സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? നമ്മുടെ ദേവി മനസ്സ് ചിന്തിക്കുക, ഓഹോ ബർത്ത്ഡേ ഫോട്ടോസിൽ നിന്നാണ് നീള എന്നുള്ള പേര് സുകന്യ ചേച്ചി മനസ്സിലാക്കിയത്. അങ്ങനെയാണെ അനുമോളോട് ഫോട്ടോസ് ഒന്ന് ചോദിച്ചാലോ? അപ്പം അനു ആണെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ടേ, നമ്മുടെ ദേവി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത്. ദൈവമേ, ഈ ദേവിയുടെ എന്താ ചിന്തിച്ച് കൂട്ടുന്നത്? ഇനി ഫോട്ടോസ് എങ്ങാനും എന്നോട് ചോദിച്ചാൽ ഞാൻ പെട്ടുപോയത് തന്നെ എന്ന് പറയുമ്പോൾ തന്നെ ദേവി ചോദിക്കുക, അല്ല അനുമോളെ ആ ബർത്ത്ഡേ ഫോട്ടോസ് ഒന്ന് കാണിക്കാവോ എന്ന് ചോദിക്കുക. അപ്പം മീനാക്ഷി പറയും, അതെ ബർത്ത്ഡേ ഫോട്ടോസ് ഞങ്ങളൊന്ന് കാണട്ടെ. അതെന്തിനാ ഏടത്തി? അല്ല നിൻ്റെ ഫ്രണ്ടിനെ ഞങ്ങളും ഒന്ന് കണ്ടിരിക്കട്ടെ കുട്ടി, നല്ല കാര്യമല്ലേ എന്ന് പറയാണ്. അല്ലെങ്കിൽ വേണ്ട, നീ ആ കുട്ടിയുടെ നമ്പർ ഇങ്ങതാ, ഞാനും ഒന്ന് വിളിച്ച് വിഷ് ചെയ്യാം എന്ന് പറയാം. അതെന്തിനാ എൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പർ ചേച്ചിക്ക് എന്ന് അപ്പം അനു ചോദിക്കുക. അതെന്ത് ചോദ്യം അനുമോളെ എന്നപ്പോൾ ദേവി പറയും കേട്ടോ. ഇന്ന് ആ കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങളും കൂടി ഒന്ന് വിളിച്ച് വിഷ് ചെയ്യാന്നേ. ഒന്നുമില്ലേലും നിൻ്റെ ഏടത്തിമാരല്ലേ ഞങ്ങൾ, അപ്പം ഞങ്ങളുടെ ഭാഗത്ത് നിന്നൊരു വിഷൊക്കെ കേൾക്കുമ്പം ആ കുട്ടിക്ക് അങ്ങ് സന്തോഷമാവട്ടെ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അലോക് കൊടുത്തിരുന്ന നമ്പർ അനു ആണെങ്കിൽ മീനാക്ഷിയുടെ കയ്യിലോട്ട് കൊടുക്കാം. അപ്പം മീനാക്ഷി മാറി നിന്ന് ആ കുട്ടിയെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പം മീനാക്ഷിക്ക് ആകെ കൺഫ്യൂഷൻ ആവുകയാണേ. അത് കാണുമ്പോൾ സുകന്യയ്ക്ക് അങ്ങ് സന്തോഷമാവുക. അപ്പം സുകന്യ ചോദിക്കും, എന്താ അനുവിൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് കിട്ടിയോ എന്ന് ചോദിക്കുക. കിട്ടി. എന്നിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്തോ? വിഷും ചെയ്തു എന്ന്.
അപ്പം മീനു പറയൂട്ടോ. അപ്പം ദേവി പറയും, എന്നാൽ പിന്നെ സുഗിനി ചേച്ചി പോയി ആവി പിടിച്ചോ, സുഗിനി ചേച്ചിക്ക് ആകെ ഡസ്റ്റ് അലർജി ആണെന്നല്ലേ പറഞ്ഞത്. അപ്പം ഗോമതി അങ്ങോട്ട് വരിക. എന്താ ഇവിടെ ഒരു ബഹളം? എൻ്റെ ഗോമതി ചേച്ചി, ഈ വീടിൻ്റെ ഗ്രഹനാഥ ആരാ? ചേച്ചി തന്നെയല്ലേ? അതെ, അതിനെന്താ ഇത്ര സംശയം എന്ന് ഗോമതി അപ്പം ചോദിക്കുക. എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പം അനുമോളും എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു. ഞാൻ അവളെയും കൂടെ കൊണ്ടുപോയി. അതിനിപ്പോൾ എന്താ നീ കൊണ്ടോക്കോ? എൻ്റെ കഷ്ടകാലത്തിന് അവളെ ഞാൻ കൂടെ കൂട്ടിയത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ തൊട്ട് ചോദ്യം ചെയ്യലാണ് ഇവർ രണ്ടുപേരും കൂടെ. എന്തൊക്കെയാ സുഗിനെ നീ പറയുന്നത് എന്ന് ചോദിക്കുക. അപ്പം മീനാക്ഷിയും ദേവിയും പരസ്പരം നോക്കി നിൽക്കാം. ഇവരാരും ഈ കുടുംബത്തിലെ അംഗമായിട്ട് എന്നെ അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് എന്നെ ഇതുപോലെ സംശയദൃഷ്ടിയോട് കാണുന്നത്. അനുമോൾ എൻ്റെയും കൂടി അനീതിയല്ലേ എന്ന് ചോദിക്കുക. അപ്പം അനുവിനങ്ങ് സന്തോഷമാവുകയാണേ. അപ്പോൾ ദേവി പറയും, ഈ സുഗിനി ചേച്ചി എല്ലാം മാറ്റിമറിച്ച് പറയുകയാണല്ലോ. എൻ്റെ സുഗിനെ അവർ തമാശയ്ക്ക് ചെയ്തതല്ലേ, അതൊക്കെ അങ്ങ് വിട്ടുകള എന്ന് പറയാണ്. ദേവി, മീനു, നീ തമാശയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ സുഗിനി ഇതൊക്കെ കാര്യമായിട്ട് എടുക്കും. അപ്പം ഈ ചോദ്യം ചെയ്യലൊക്കെ തമാശയായിരുന്നോ എന്ന് സുഗന്യ ചോദിക്കും. അതേന്നേ, ഇതൊക്കെ ഇവിടെ സ്ഥിരം ഉള്ളതാ. അനു സുഗന്യയുടെയും കൂടി അനിയത്തിയല്ലേ. അനുവിൻ്റെ കാര്യങ്ങൾ സുഗന്യെ ശ്രദ്ധിക്കുന്നതിലോ അനുവിനെ കൂട്ടി സുഗന്യ പുറത്തു പോകുന്നതിലോ ഇവിടെ ആർക്കും ഒരു കുഴപ്പവും ഇല്ല, ഒരു പരാതിയില്ല, സന്തോഷമേ ഉള്ളൂ. അനുവിനെ സ്വന്തമായിട്ട് സുഗന്യെ കാണുന്നുണ്ടല്ലോ എന്ന സന്തോഷം എന്ന് ഗോമതി പറയൂ കേട്ടോ. അപ്പം മീനും ദേവിയൊക്കെ ചിരിച്ചോണ്ട് നിൽക്കുകയാണേ. അപ്പോഴത്തേക്കും സുഗന്യ മനസ്സിൽ പറയാം, നിന്നെ ഒതുക്കേണ്ട കാര്യമൊക്കെ ഞാൻ ചെയ്തോളാടി എന്ന് മീനുവിനെ പറ്റി പറയാണ് കേട്ടോ. അതെ, ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നതല്ലേ, രണ്ടുപേരും ഒന്ന് പോയി വിശ്രമിക്കുക എന്ന് ഗോമതി പറയാം. എനിക്ക് ഒന്ന് ആവി പിടിക്കണം, ഞാൻ പോയി ഒന്ന് ആവി പിടിക്കട്ടെ, വാ അനുമോളെ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് അനുവിനെയും കൂട്ടിക്കൊണ്ടാട്ടോ നമ്മുടെ സുകന്യ റൂമിലേക്ക് കയറി പോകുന്നത്. അപ്പോഴത്തേക്കും ഗോമതി പറയും, സാധാരണ ഈ മാതിരി പരിപാടികളൊക്കെ ഒപ്പിക്കുന്നത് മിത്രയാ എന്ന് രണ്ടുപേരോടുമായിട്ട് പറയും. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് എന്തു പറ്റി എന്ന് ചോദിക്കുക. അപ്പം ദേവി പറയും, ഒന്നുമില്ലമ്മേ, ചുമ്മാ ഒരു രസം. ചുമ്മയൊന്നുമല്ല, സുകന്യയെ വട്ട് കളപ്പിക്കാൻ മിത്രയായിരിക്കും നിങ്ങളോട് പറഞ്ഞത് എന്ന് ചോദിക്കും നമ്മുടെ ഗോമതി. അപ്പോഴത്തേക്കും ദേവി ഒന്നും പറയില്ല കേട്ടോ. അപ്പം മീനുവിനെ കണ്ണ് കാണിക്കുക. മീനു ഒന്നും മിണ്ടില്ല. എനിക്ക് മനസ്സിലായി, ഞാൻ രണ്ടിനോടും ഒരു കാര്യം പറഞ്ഞേക്കാം. സുകന്യ ആ പഴയ എടുത്തുചാട്ട് സ്വഭാവമൊക്കെ മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ കുടുംബത്തെ സമാധാനവും ഉണ്ട്. കൂടുതൽ തമാശ കാണിച്ച് എല്ലാവരും കൂടി അവളെ ആ പഴയ സുകന്യയാക്കി മാറ്റരുത്. എനിക്ക് അത്രയേ പറയാനുള്ളൂ. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. മിത്രയ്ക്കുള്ളത് ഞാൻ വേറെ കൊടുക്കുന്നുണ്ട്. അവളായിരിക്കും നിങ്ങളെ ഇങ്ങനെ ഇളക്കി വിട്ടത്. അവൾക്കല്ലെങ്കിലും ഒരിച്ചിരി പോലീസ് ബുദ്ധി കാണിക്കൽ കൂടുതലാ എന്നും പറഞ്ഞ് ഗോമതി അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ ദേവി മീനു ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക. മീനു, നീ ഫോണിൽ സംസാരിച്ചത് നീനുവിനോട് തന്നെ ആയിരുന്നോ? അതെ ചേച്ചി എന്ന് പറയാം. എന്നാ കുട്ടിയുടെ പിറന്നാളായിരുന്നു? ആണെന്നാ പറഞ്ഞത്. ബർത്ത്ഡേ പാർട്ടിയിൽ അനു പങ്കെടുത്തിരുന്നെന്ന് ആ കുട്ടി പറഞ്ഞത്. അപ്പം നമ്മളവരെ വെറുതെ സംശയിച്ചതാ അല്ലേ? ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞതിന് ശേഷമാണ് അനു മോളിലേക്ക് പോയതെന്നാ ആ കുട്ടി പറഞ്ഞത്. നീനയാ ആ കുട്ടിയാ അനുവിനെ മോളിലേക്ക് ഡ്രോപ്പ് ചെയ്തതെന്നാ പറഞ്ഞത്. അപ്പം സുഗിനി ചേച്ചി പറഞ്ഞത് സത്യമാണെന്നാ തോന്നുന്നത് എന്ന് നമ്മുടെ മീനാക്ഷി പറയൂ കേട്ടോ. അപ്പോൾ ദേവിക്കും ആകെ കൺഫ്യൂഷൻ ആവുമേ, എന്തൊക്കെയോ ഇവിടെ ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ എന്ന് ദേവി അപ്പോൾ മനസ്സിലിങ്ങനെ ചിന്തിക്കുക. അപ്പോൾ മീനാക്ഷിയും ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. മീനു, നീ അവിടെ കണ്ടത് അനുവിനെ അല്ലേ എന്ന് ദേവി അപ്പോൾ എടുത്ത് ചോദിക്കുക. സുകന്യ ചേച്ചി പ്ലാൻ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മുടെ മീനാക്ഷി മനസ്സിൽ പറയുക. അത് തെളിയിക്കാൻ ശരിക്കും എൻ്റെ കൈ തെളിവുകളൊന്നും തൽക്കാലം ഇല്ലതാനും, അതുകൊണ്ട് കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാത്തതാണ് നല്ലത് എന്ന് ചിന്തിക്കാം. എന്താ മീനു നീ ആലോചിച്ച് നിൽക്കുന്നത്? നിനക്ക് തെറ്റു പറ്റിയതായിരിക്കും മീനു, അത് വേറെ ആരെങ്കിലും ആയിരിക്കുന്നേ, നമ്മുടെ അനുമോളെ പോലെ ഇരിക്കുന്ന ആരോ ആയിരിക്കും. അതുകൊണ്ട് നീ അത് വിട്, നിന്റെ കാര്യം നോക്ക്. വെറുതെ നമ്മൾ അനുമോളെ സുകന്യ ചേച്ചിനെ സംശയിച്ചു എന്ന് പറയാം. അപ്പം നമ്മുടെ മീനാക്ഷിയുടെ മനസ്സിലേക്ക് അനു ഓടിപ്പോകുന്ന ദൃശ്യം വീണ്ടും വീണ്ടും കടന്നു വരികയാണ് കേട്ടോ. ഇല്ല, അത് അനു തന്നെയാണ്. അനുവും സുകന്യ ചേച്ചിയും കൂടി ഒത്തുചേർന്ന് എന്നോട് കള്ളം പറയുന്നത് തന്നെയാണ് പ്ലാൻ ചെയ്ത് അവർ മുന്നോട്ട് പോകുന്നത്. തൽക്കാലം ദേവിയടുത്തോട് ഇത് പറയാനും പറ്റത്തില്ല. ദേവിയടുത്തേക്ക് ഈ സമയം കൂടുതൽ ടെൻഷൻ കൊടുക്കാനും പറ്റില്ല എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. അതിനുശേഷം സുകന്യയുടെ റൂമിലേക്കാണ് നമ്മുടെ മീനാക്ഷി കയറി ചെല്ലുന്നത്. എന്നിട്ട് എന്താ മീനാക്ഷി, ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ചേച്ചി, ഞാനൊരു രഹസ്യം പറയട്ടെ. രഹസ്യമോ? എന്ത് രഹസ്യം? ചേച്ചിയെ കണ്ടാൽ തന്നെ അറിയാം, രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ചേച്ചിക്ക് ഒരു പ്രത്യേക മിടുക്കുണ്ടെന്ന് എന്ന് നമ്മുടെ മീനാക്ഷി പറയും. ഇവളെന്നെ ആക്കിയതാണല്ലേ? കോംപ്ലിമെൻ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ആ രഹസ്യം ഞാൻ പറയട്ടെ. പറഞ്ഞോ, എന്ത് രഹസ്യം? ഞാൻ സൂക്ഷിച്ച് വെച്ചോളാം.
അതെ ചേച്ചി, ഇവിടെ ചിലരൊക്കെ വലിയ വലിയ കള്ളത്തരങ്ങളൊക്കെ മനസ്സിൽ വെച്ചോണ്ടാ നടക്കുന്നത്. എടി മിടുക്കി, നീ എന്നെ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് സുകന്യ മനസ്സിൽ പറയാം. ആണോ? ആരാ മോളെ? എനിക്ക് ആരെയും മനസ്സിലാകുന്നില്ല കേട്ടോ. അതെ ചേച്ചി, അവർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ കള്ളത്തരങ്ങളൊന്നും ഒരിക്കലും ആരും പിടിക്കത്തില്ലെന്ന്, ഒരിക്കലും കണ്ടുപിടിക്കില്ലെന്ന്. അവർക്ക് അത്ര ധൈര്യം ഉണ്ടാവും മോളെ, അതുകൊണ്ടാവും. അവർക്ക് ധൈര്യം ഉണ്ടാവും. പക്ഷെ എനിക്കും വാശിയുണ്ട് ചേച്ചി, സകല കള്ളത്തരങ്ങളും കണ്ടുപിടിക്കണമെന്നുള്ള വാശി. മറുഭാഗത്തുള്ളവർക്ക് ഇതിലും വാശിയുണ്ടെന്ന് മോള് ചിന്തിക്കണം. മറുഭാഗവും വാശി പിടിച്ചോട്ടെ ചേച്ചി. ചേച്ചിക്കൊരു കാര്യം അറിയാവോ? എത്ര ബുദ്ധിപരമായ കള്ളത്തരം കാണിച്ചാലും എപ്പോഴെങ്കിലും പിടിപിടുന്ന രീതിയിൽ ഒരു തെറ്റ് അവർ ചെയ്യാതിരിക്കില്ല. അതാണ് കള്ളത്തരത്തിൻ്റെയൊക്കെ ഒരു കുഴപ്പം. ബുദ്ധിപരമായി കള്ളത്തരങ്ങൾ ചെയ്യുന്നവർ പിടിവിടാതെ ശ്രദ്ധിക്കൂലോ മീനാക്ഷി മോളെ എന്ന് ചോദിക്കുക. അപ്പം അവരുടെ ഭാഗത്ത് ഒരു തെറ്റും വരില്ല. അതൊക്കെ ശരിയാ ചേച്ചി. പക്ഷേ ഞാനൊന്ന് തുനിഞ്ഞിറങ്ങിയ വീഴ്ത്തേണ്ടവരെ വീഴ്ത്താൻ എനിക്ക് ശരിക്കും അറിയാം ചേച്ചി. മീനാക്ഷി തുനിഞ്ഞിറങ്ങാൻ മീനാക്ഷി നിസ്സാരമായി വീഴ്ത്താമെന്ന് വിചാരിക്കുന്നു. പക്ഷെ വീഴണമെങ്കിൽ വീഴേണ്ടവരും കൂടി വിചാരിക്കണ്ടേ മോളെ എന്ന് സുകന്യ ചോദിക്കുകയാണ് കേട്ടോ. അവർ വീഴാൻ തയ്യാറല്ലെങ്കിൽ മീനാക്ഷിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്തായാലും ഇനി ഒരു തീരുമാനം എടുത്ത് തന്നെ മുന്നോട്ട് പോകുന്നേ. എന്ത് തീരുമാനം? ഇനി എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് ചേച്ചി. കള്ളത്തരം കാണിക്കുന്നവരുടെ എല്ലാ കള്ളത്തരങ്ങളും ഉടായ്പകളും ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് പുറത്ത് കൊണ്ടുവരും. അത് എൻ്റെ ഒരു വാശിയായിട്ട് മാറിയിരിക്കുക എന്ന് പറയാം. അത് വേണം മീനാക്ഷി എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിക്കണം. ഇവരൊന്നും വെറുതെ വിടാനേ പാടില്ല. പക്ഷെ മീനു ആരുടെ കള്ളത്തരമാണോ കണ്ടുപിടിക്കാൻ നടക്കുന്നത്? അവർക്ക് മീനുവിനേക്കാൾ ബുദ്ധി ഉണ്ടെങ്കിലോ? അപ്പം മീനു തോറ്റു പോവില്ലേ? പാവം മീനു. അവർക്ക് അത്ര വലിയ ബുദ്ധിയൊന്നുമില്ല, കുറച്ച് വിവരക്കേടുണ്ട്. പിന്നെ ഭാഗ്യം കൊണ്ട് ഓരോ സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടങ്ങ് പോകുന്നു എന്ന് മീനാക്ഷി പറയാണ് കേട്ടോ. അവരൊരു ബുദ്ധരക്ഷസി ആയിരുന്നെങ്കിൽ ഞാൻ വെറുതെ അവരുമായിട്ട് മത്സരിക്കാൻ പോവുമോ ചേച്ചി? അവരത്രയ്ക്ക് ബുദ്ധിയൊന്നുമില്ല. ഞാൻ ബുദ്ധിരാക്ഷസി ആണെന്ന് വൈകാതെ നീ മനസ്സിലാക്കോടി. ഈ സുകന്യയുടെ യഥാർത്ഥ സ്വഭാവം നിനക്കറിയത്തില്ലടി. ചേച്ചി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞാൻ മീനാക്ഷിയുടെ കാര്യം ആലോചിച്ചതാ. എൻ്റെ കാര്യമോ? എൻ്റെ എന്ത് കാര്യം ചേച്ചി? കള്ളത്തരങ്ങൾ ചെയ്യുന്നവർ വെറുതെ അത് ചെയ്യില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാകുമല്ലോ. ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാകും ചേച്ചി. പക്ഷെ അവരുടെ ലക്ഷ്യം എന്താണേലും ആ ലക്ഷ്യം നേടാൻ ഞാൻ അവരെ അനുവദിക്കില്ല ചേച്ചി. അതൊക്കെ മീനുവിൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളാണോ? ചേച്ചി നോക്കിക്കോ. അവർ ഈ സകല ഉടായ്പകളും കാണിച്ചു കൂട്ടുന്നത് മനസ്സിലെന്തോ വലിയ ലക്ഷ്യം വെച്ചിട്ടാ. പക്ഷേ ആ ലക്ഷ്യം ഞാൻ തകർത്ത് തരിപ്പണമാക്കും. മീനാക്ഷി ഒന്ന് ശ്രമിച്ചു നോക്ക നടക്കുമെന്ന്. വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ശ്രമിച്ചു നോക്കണമെന്നാണല്ലോ പറയുന്നത്. ഞാനൊരു കാര്യത്തിന് ഇറങ്ങുമ്പം വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊന്നും ചിന്തിക്കാറില്ല സുകന്യ ചേച്ചി. എൻ്റെ പ്രവൃത്തിയിൽ സത്യമുണ്ടെങ്കിൽ ആ സത്യം എന്നെ രക്ഷിക്കും, മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെ ചേച്ചി ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അത്ര മാത്രമേ ആലോചിക്കാറുള്ളൂ. എന്തായാലും മീനാക്ഷി സൂക്ഷിച്ചു വേണം എന്തേലൊക്കെ ചെയ്യാൻ. ബുദ്ധി ഒട്ടും കുറവുള്ള ആൾക്കാരല്ലേ ഓപ്പോസിറ്റ് നിൽക്കുന്നതേ. അവസാനം മീനുവിനെ അവർ തറപറ്റിക്കുന്ന കാഴ്ച എനിക്ക് കാണേണ്ടി വരരുത്. മീനുവിനോടുള്ള സ്നേഹം കൊണ്ടാ പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ മീനുവിനെ കാണാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഒരു വെള്ളിയാഴ്ച കൊണ്ട് ഈ ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ലല്ലോ ചേച്ചി നോക്കിക്കോ. ഈ കള്ളത്തരങ്ങൾ കാണിക്കുന്നവർ സകല ഉടായ്പകളും പൊളിഞ്ഞ് ആകെ നാണം കെട്ട് അവസാനം കുത്തിയിരുന്ന് കരയുന്നതായിരിക്കും ചേച്ചിക്ക് ഞാനിനി കാണിച്ചു തരാം. മീനാക്ഷിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ ഓരോന്നും വിധി പോലെയല്ലേ നടക്കൂ. ഇക്കാര്യത്തിൽ വിധി തീരുമാനിക്കുന്നത് ഈ മീനാക്ഷിയെ സുകന്യ ചേച്ചി. രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും കൊടുക്കാതെ നല്ല ഒന്നാന്തരം അമ്മപ്പൂട്ടിട്ട് തന്നെ ഞാൻ ആ പെരുങ്കള്ളിയെ ലോക്ക് ചെയ്യും ചേച്ചി. എന്നെപ്പറ്റിയും അവർക്ക് തീരെ പരിചയമില്ലെന്ന് തോന്നുന്നു. ഈ മീനാക്ഷി അത്രയ്ക്കങ്ങ് പാവമൊന്നും അല്ല. അപ്പം ശരി, ചേച്ചിക്ക് എന്തോ ആവി പിടിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആവി പിടിച്ചു, ഇപ്പം നല്ല ആശ്വാസമുണ്ട് എന്ന് സുകന്യ മീനാക്ഷിയോട് പറയും. ഈ ആശ്വാസം താൽക്കാലികമാ. ആയിക്കോട്ടെ. അല്ല, ശ്രദ്ധിച്ചില്ലെങ്കിലേ ഡസ്റ്റ് അലർജി വീണ്ടും വരും. അതാട്ടോ ചേച്ചി ഞാൻ ഉദ്ദേശിച്ചത്, വേറൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. അപ്പം ശരി ചേച്ചി അങ്ങ് റെസ്റ്റ് എടുക്കുക. എന്തായാലും വെയിലും കൊണ്ട് വന്നതല്ലേ. ഇപ്പോഴത്തെ വെയിലേ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല, ടാൻ അടിക്കും മുഖത്ത് എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. ഇവളെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇവളെനിക്ക് വൻ പണിയാകും. എങ്ങനെയെങ്കിലും ഇവളെ ഒതുക്കണം. അതിനെന്താ ഒരു മാർഗം? ഇനി ഇവളെയും കൂടി ഒതുക്കാൻ ഒരു മാർഗം കണ്ടെത്തിയേ പറ്റൂ. അതുടനെ ഞാൻ ചെയ്യണം. അല്ലെങ്കിൽ
എങ്കിൽ ഇവൾ എനിക്ക് മുകളിൽ വളരും. അത് സമ്മതിക്കാൻ പാടില്ല. ഇവിടെ എൻ്റെ നിലനിൽപ്പിന് ദോഷം ചെയ്യുന്ന ഒന്നും അങ്ങനെ വളർത്തിയെടുക്കാൻ ഈ സുകന്യ സമ്മതിക്കില്ല മോളെ മീനാക്ഷി എന്ന് മനസ്സിൽ പറയാണ് കേട്ടോ. ഇതേസമയം നമ്മുടെ കൃഷ്ണമംഗലത്ത് ഇന്ദിരാമയാണെങ്കിൽ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പം സുകന്യ അങ്ങോട്ട് വരിക. ആരിത്, സുകന്യ മോളോ? നിന്നെ കണ്ടിട്ട് കുറേ ആയല്ലോ എന്ന് ചോദിക്കാം. ഓരോരോ തിരക്കുകളായിരുന്നു അമ്മേ. രാജശ്രീ ചേച്ചി എവിടെ? അപ്പം നന്ദിനി അങ്ങോട്ട് വരിക. കേട്ടോ അമ്മേ, സുകന്യയെ സംബന്ധിച്ച് നമ്മളൊക്കെ അന്യരാ. സുകന്യ ഇവിടെ വന്നാൽ തന്നെ ആദ്യം അന്വേഷിക്കുന്നത് തന്നെ രാജശ്രീനെയാണ് എന്ന് പറയും. അയ്യോ ചേച്ചി, ഞാൻ തിരക്കിലായിരുന്നത് കൊണ്ടാണ് വരാതിരുന്നേ, അല്ലാതെ നിങ്ങളോട് ആരോടും എനിക്കൊരു ദേഷ്യമില്ല. പിന്നെ രാജശ്രീ ചേച്ചി എൻ്റെ ബന്ധു കൂടി ആയതുകൊണ്ട് ഒന്ന് അന്വേഷിക്കുന്നു എന്ന് കരുതി നിങ്ങളോട് ആരോടും സ്നേഹമില്ല എന്നതിന് അർത്ഥമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം രാജശ്രീ അങ്ങോട്ട് വരികയാണേ. അപ്പം ഇവളെന്താ പെട്ടെന്നൊരു വരവ്, എന്തോ ഉണ്ട് എന്നും പറഞ്ഞാൽ രാജശ്രീ സുകന്യയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ആരിത്, നീ ഇതെപ്പോൾ വന്നു സുകന്യ എന്ന് ചോദിക്കുക. അപ്പം നന്ദിനി പറയും, അന്വേഷിച്ച ആളെത്തിയല്ലോ, ഞങ്ങൾ പറയുമായിരുന്നു സുകന്യക്ക് ഞങ്ങളെ ആരും വേണ്ടാന്ന് പറയായിരുന്നു ഇപ്പം എന്ന്. അപ്പം നന്ദിനി പറയും. അപ്പം പെട്ടെന്ന് രാജശ്രീ കണ്ണ് കാണിക്കും. ഇവള് എ സി കൊള്ളാനാണ് ഇങ്ങോട്ട് വരുന്നത്, അവിടെ എ സി ഒന്നും ഇല്ലല്ലോ, അത് ഇവക്ക് പറ്റുന്നില്ലെന്നേ, നീ വാ ഞാൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാം എന്ന് പറഞ്ഞ് സുകന്യനെയും കൂട്ടി രാജശ്രീ റൂമിലോട്ട് പോവാണ് കേട്ടോ. നന്ദിനിയാണ് നന്ദിനിയുടെ പണികളും ചെയ്യുവാണ്. എന്താടി, എന്താ പെട്ടെന്നൊരു ഇങ്ങോട്ടൊരു വരവ് എന്ന് ചോദിക്കാം. എന്നിട്ട് എ സിയും ഓണാക്കി ഇടും കേട്ടോ. നീ ഇരിക്കുക, എന്നിട്ട് സംസാരിക്കാം എന്ന് പറയാണ്. രാജശ്രീ നമ്മുടെ സുകന്യയുടെ അടുത്തിരിക്കുക. അന്നൊരു 10 ലക്ഷം രൂപ വാങ്ങിപ്പോയിട്ട് നിന്നെ ഈ വഴിക്ക് കണ്ടില്ല. 2 ദിവസം കൂടി കണ്ടില്ലെങ്കിൽ നിന്നെ അന്വേഷിച്ച് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. നിങ്ങളുടെ 10 ലക്ഷം കൊണ്ട് ഞാൻ മുങ്ങൂന്നായിരിക്കും ചേച്ചി അച്യുതേട്ടനും കരുതിയിരിക്കുന്നത്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, എവിടെ പോകാനാ? വേണ്ട ചേച്ചി വേണ്ട, നമുക്ക് ഈ ഇടപാട് ഇപ്പം തന്നെ നിർത്താം. വാങ്ങിച്ച 10 ലക്ഷം പലിശയും ചേർത്ത് 10 ലക്ഷമായിട്ട് ഞാൻ തിരികെ തരാം. കൃഷ്ണമംഗലത്ത് നിന്ന് എനിക്ക് നഷ്ടപ്പെടുന്നത് ഞാൻ ദേവമംഗലത്ത് നിന്ന് ഞാൻ പിടിക്കും. അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അപ്പോൾ രാജശ്രീ ആണെങ്കിൽ പുറംതിരിഞ്ഞ് നിൽക്കുന്ന സുകന്യനെ കുത്താനായിട്ട് തുടങ്ങും. എന്നിട്ട് പറയും, കുറുമ്പ് കാണിച്ചാലുണ്ടല്ലോ ഒരടി വെച്ച് തരും പെണ്ണെ ഞാൻ നിന്നെ എന്ന് പറയൂട്ടോ. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത അർത്ഥങ്ങളാണ് നീ സങ്കല്പിച്ച് കൂട്ടുന്നത്. നിന്നെ കാണാത്തത് കൊണ്ട് ഞാനൊന്ന് ചോദിച്ചു പോയി. ശരി, ഞാൻ പറയുന്നത് അങ്ങ് പിൻവലിച്ചു പോരെ എന്ന് ചോദിക്കാം. അത് മതി, അങ്ങനെയാണെ ഒരു കുഴപ്പമില്ല. എൻ്റെ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് മുന്നൊരുക്കങ്ങളാ ആവശ്യമുള്ളൊരു ദൗത്യത്തിന് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എനിക്ക് വെറുതെ കേട് ഒപ്പ് മേടിക്കാനൊന്നും പറ്റില്ല. ഇത് എടുപിടിയെന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. അതിന് ഇച്ചിരി സാവകാശം വേണം. ദേവമംഗലത്തെ ആൾക്കാരെ അറിയാലോ, ഗില്ലാടികൾ. ഇവിടെ ഉള്ളതിനേക്കാൾ ബുദ്ധിയുണ്ട് അവിടെ ഉള്ളവർക്ക്. ഒറ്റ ഒന്നിനെ പോലും സംശയം വരാൻ പാടില്ല. അതുകൊണ്ട് എത്ര സൂക്ഷിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് അറിയാവോ? സത്യത്തിൽ നൂൽപ്പാലത്തിൽ കൂടി നടക്കുന്ന പോലെ ജാഗ്രതയില്ല ഞാൻ ഓരോ കാര്യം ചെയ്യുന്നത്. എവിടെയെങ്കിലും ഒരു പിടി വീണാൽ എൻ്റെ കാര്യം തീർപ്പാക്കും അവര്. ഈ വിൽപത്രം എഴുതി വാങ്ങുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം പൂർത്തിയാക്കേണ്ട വേറൊരു പരിപാടി ഉണ്ട് അവിടെ. അലോകിൻ്റെ അനുശ്രീയുടെയും കല്യാണം. അത് നടന്നാലേ ഇതൊക്കെ പെട്ടെന്ന് നടക്കുള്ളൂ. ഇപ്പം അതിലേക്ക് ഞാൻ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതങ്ങനെ എളുപ്പത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് രാജശ്രീ പറയും. ചേച്ചിക്ക് തോന്നില്ലായിരിക്കും, പക്ഷെ അതിന് കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഇന്ന് പലതും ചെയ്തിട്ടുണ്ട്. ചേച്ചി അവർക്ക് ഇവിടെ ഒരു മണിയറ ഒരുക്കിക്കോ. ഏത് സമയവും അലോക് അനുശ്രീയുടെ കൈയും പിടിച്ച് ഇവിടേക്ക് വരും. കാര്യങ്ങൾ ആ സ്പീഡിലാണ് പോകുന്നത്. ആണോടി, സത്യമാണോ നീ പറയുന്നത്? അതെ ചേച്ചി, ചേച്ചിക്ക് എന്നെ വിശ്വാസമില്ലേ? കുറച്ചു നേരം അലോകിനെ അനുശ്രീയെയും കൂട്ടിച്ചേർത്ത് സംസാരിപ്പിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം രാജശ്രീക്ക് സന്തോഷമാവേ. ആണോ, നീ പറയുന്നത് സത്യമാണോ? അതേന്നേ ചേച്ചി, അലോകിനോട് ചോദിച്ചു നോക്ക്. പക്ഷേ അവർ സംസാരിക്കുന്നതിനിടയിൽ ഒരു അപശകുനം വന്ന് കയറി. അതാരാ? മീനാക്ഷി. അവക്ക് കാര്യങ്ങളുടെ ചില സംശയങ്ങളുണ്ടെന്നാണ് തോന്നുന്നത്. എന്നെയും സംശയമുണ്ട്. ചേച്ചി പേടിക്കണ്ട, അവളുടെ സംശയങ്ങളൊക്കെ ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. സുകന്യെ ആ വീട്ടിൽ ഏറ്റവും സൂക്ഷിക്കേണ്ടത് അവളെയാ. അവളുടെ അത്ര കാഞ്ഞ ബുദ്ധി അവിടെ ആർക്കും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ ട്രഷറി യൂണിറ്റിൻ്റെ ലൈസൻസ് തരാതെ അവൾ ഞങ്ങളെ ശക്രശ്വാസം വലിപ്പിക്കുക. നിനക്കറിയാവോ എന്ന് ചോദിക്കാം. അവളുടെ കാര്യവും ഞാൻ ഏറ്റു ചേച്ചി. അവൾക്കൊരു ഡോസ് കൊടുക്കണം. അവളെ ആ വീട്ടിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കാനുള്ള വഴികൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. നീ വിചാരിച്ചാൽ അതൊക്കെ സാധിക്കും. നീ ആരാ മോള്? നിന്നെപ്പോലെ ഒരു കാഞ്ഞ ബുദ്ധിയുള്ള പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അലോക് അനുശ്രീ കല്യാണം, മീനാക്ഷി അവിടുന്ന് പുറത്താക്കല്, പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിൽപത്രം തിരിച്ചെഴുതിക്കല്. ഇത് 3 ഞാൻ കൃത്യമായിട്ട് നടപ്പിലാക്കി തന്നിരിക്കും. മതി, അത് കേട്ടാ മതി എനിക്ക് രാജശ്രീ പറയും. ചേച്ചി, ഞാൻ 10 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി, അത് ശരിയാ. പക്ഷേ എനിക്ക് കുറച്ചും കൂടി തുക വേണ്ടി വരും. എൻ്റെ സുകന്യെ, അത് മാത്രം നീ ചോദിക്കല്ലേ.
തന്നത് തന്നു, ബാക്കിയൊക്കെ ഇനി കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു മിനിറ്റേ, ചേച്ചി എന്താ ഒരു ഔദാര്യം പോലെയൊക്കെ പറയുന്നത്? ജോലി ചെയ്യാൻ പോകുന്നതിൻ്റെ കൂലിയാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ വെറുതെ ഒന്നും അല്ലല്ലോ എന്ന് അപ്പോൾ സുകന്യയും ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് കേട്ടോ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.